Hello, welcome back to my tiny world. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ സ്വീറ്റ് സ്നാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എള്ള് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൗത്ത് ഇന്ത്യയിലെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് സ്നാക്ക് തന്നെയാണ്. അതിൻ്റെ പേര് മുന്തിരിക്കൊത്ത് എന്നാണ്. ഇപ്പോൾ തമിഴ്നാട് സൈഡിലും പിന്നെ ട്രിവാൻഡ്രത്തൊക്കെയാണ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു വിശേഷ അവസരങ്ങളിലൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചെറുപയറാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 കിലോ ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ല പോലെ ഈ ഉരുളിയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല പോലെ വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തുന്നത് വരെ നിങ്ങൾ നല്ല പോലെ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് എത്രത്തോളം മൂപ്പിച്ചെടുക്കുന്നുവോ അത്രത്തോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പിയുടെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ കുറേ നാൾ, ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 5-6 ആഴ്ചയോളം നമുക്കിത് വെളിയിൽ ഒരു കേടും വരാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല പോലെ വറുത്ത് വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലോട്ട് വരുവാണ്. എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണ്. അപ്പം മധുരം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഒരു 100 ഗ്രാമോ 200 ഗ്രാമോ കൂടുതലെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം, 1/4 കപ്പ് എടുത്താലും മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. അത് ഉരുകി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വറ്റി വന്ന് അത് നമ്മളൊന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവമാവുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര കരടുള്ളത് കൊണ്ടാണ് ഞാനിപ്പം നല്ലപോലെ ഉരുക്കി അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ കരടില്ല എന്ന് ഉറപ്പുള്ള ശർക്കര ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചീവി ഇട്ടാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തായാലും നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അരിച്ച് മാറ്റി എടുക്കുവാണ്. അപ്പോൾ ഇതൊരു നൂല് വലിഞ്ഞ് വരുന്ന മാതിരി നമുക്കത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ആ ഒരു സിറപ്പിൻ്റെ രൂപത്തിലൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് കയ്യിലെടുത്തൊന്ന് വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് വലിച്ച് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ നൂല് പോലെ വരുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ പാകം. ആ സമയത്ത് നമുക്കതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്ത് അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പയറും വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. ആ സമയം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു തേങ്ങ നല്ലപോലെ ചിരണ്ടി എടുത്തിരിക്കുവാണ്. അപ്പോൾ തേങ്ങ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം എടുത്താലും മതിയാവും. അപ്പോൾ തേങ്ങ ചിരകിയതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ സാധാരണ വറുത്തരച്ച കറിക്കൊക്കെ എങ്ങനെയാണോ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത് ആ ഒരു പരുവം വരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് തീ അണച്ച് ഇതൊന്ന് ആറാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ചെറുപയർ വറുത്തത് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് റവ ഇരിക്കുന്ന ആ രൂപത്തിലാണ് പൊടിഞ്ഞു കിട്ടേണ്ടത്. വല്ലാതെ അങ്ങ് പൊടിച്ച് ഫൈൻ പൗഡറാക്കി എടുക്കരുത്. റവ ഇരിക്കുന്ന ആ ഒരു തരിയുള്ള രൂപത്തിലായിരിക്കണം നിങ്ങളത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഇത് വറുത്തെടുക്കാനുള്ള ബാറ്ററാണ്. അതിനുപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. 2 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളെന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി അത് നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ ആ ഒരു കണക്കിന് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അത് വെള്ളം പതുക്കെ ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി കുറച്ചായിട്ട് ഒരു 1/2 കപ്പ് വീതമോ 1/4 കപ്പ് വീതമോ കുറച്ചായി ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നല്ല പോലെ അതിൻ്റെ കട്ടയെല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് മൈദ അതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതാ കണ്ടോ, നല്ല പോലെ കട്ടയെല്ലാം മാറി നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ തണുത്തു. അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഒരു സ്മെല്ലിന് നമുക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചേർക്കണം. അപ്പോൾ അതിന് ഒരു 10 ഏലക്ക ഒരു 2 സ്പൂൺ പഞ്ചസാരയിൽ ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തി ഒന്ന് പൊടിച്ചെടുത്തത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായി നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചേർക്കുക, നല്ലതാണ് ചേർക്കുന്നെങ്കിൽ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം നിങ്ങൾക്ക് ചേർക്കാം. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി കുഴച്ചെടുക്കണം. അപ്പോൾ ശർക്കരയും ഇതുപോലെ ഒന്ന് കുറച്ച് മാറ്റി വെച്ച് ആദ്യം ഒരു പകുതിയിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ. കാരണം അതിൻ്റെ നനവ് കൂടിപ്പോകാനും പാടില്ല, നമുക്കത് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ചായിട്ട് ശർക്കര ഒഴിച്ച് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുക. അവസാനം നിങ്ങൾ കുറച്ച് ശർക്കര മാറ്റി വെച്ചേക്കുക. എന്നിട്ട് അത് പിന്നെ നമ്മൾ ഇത് ഉരുട്ടി പിടിയാക്കി ഒരു പകുതിയോളമൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആ കൂട്ട് വീണ്ടും ഒന്ന് ടൈറ്റായിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ വരും. ആ സമയത്ത് നമുക്ക് ബാക്കി ശർക്കരയും കൂടിയും ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നനവ് കൂടിപ്പോകുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ഇതെല്ലാം ഒഴിച്ച് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ച് കൊടുക്കുക. കുഴച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ ഒരു മണത്തിനും അതിൻ്റെ ആ ഒരു രുചിക്കും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. അത്രയും നെയ്യ് ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിപ്പോൾ നല്ല ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉരുട്ടിയെടുത്ത് നോക്കാം. അപ്പോൾ കയ്യിൽ നല്ലപോലെ പിടിച്ച് ഉരുട്ടിയെടുക്കുക. അപ്പം അത് ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം. അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനത് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് തവിടെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബാറ്ററും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഉരുളകളും എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഈ ബാറ്ററിലോട്ട് മുക്കിയെടുത്തേച്ചും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നല്ല പോലെ മുക്കിയെടുത്ത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. ഇതാണ് നമ്മുടെ മുന്തിരിക്കൊത്ത്. അപ്പം ഇത് സൗത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ട്രിവാൻഡ്രം സൈഡിലും, ഇപ്പം കേരളത്തിൽ പറയുവാണെങ്കിൽ ട്രിവാൻഡ്രം സൈഡിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ വിശേഷപ്പെട്ട ഒരു സ്നാക്കാണിത്. ഇപ്പം പല സന്ദർഭങ്ങളിലും പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ വിരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആ നാടുകളിലൊക്കെ ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് നാൾ നമുക്ക് വെളിയിൽ വെക്കാം. ഇപ്പോൾ ചായക്ക് എടുക്കാനാണെങ്കിലും നമുക്ക് നല്ല ഒരു സ്നാക്കാണിത്. അപ്പം കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണെങ്കിലും ഇങ്ങനെ ഒരു റെസിപ്പി നല്ല രുചികരവുമാണ്. അതുമാത്രമല്ല ചെറുപയറിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇത് ഇതാ നല്ലപോലെ ഒന്ന് വറുത്ത് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതാ നല്ല പാകത്തിന് ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പം സാധാരണ ഇത് വറുക്കുമ്പോൾ കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ള പാനിലാണെങ്കിൽ ഒന്നൊന്നായി ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു മുന്തിരിക്കൊല ഇരിക്കുന്ന ആ ഒരു രൂപത്തിൽ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടി ഒരു ബഞ്ചായിട്ടായിട്ട് ഇരിക്കുക. അതുകൊണ്ടാണ് അതിനെ മുന്തിരിക്കൊത്ത് എന്നുള്ളൊരു പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.